അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയും വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ, അങ്ങനെ റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കിപ്പോൾ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വോയിസ് കൊടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. വീഡിയോസ് ഞാൻ കാരണം കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഷോർട്ട് ഇട്ട് പോകുമായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ വരാതിരുന്നത്. കുറച്ച് പേരെങ്കിലും നമ്മൾ മിസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഇതിപ്പോൾ 2 ദിവസം മുമ്പത്തെ വീഡിയോസാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം കുറച്ച് നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവ് ഇങ്ങനെ കുറച്ചധികം ആയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി. വെള്ളം ഏറിപ്പോയപ്പോൾ ഞാൻ കുറച്ചുകൂടി പൊടി ഇട്ടു, പക്ഷെ മാവ് വല്ലാണ്ട് കൂടിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതങ്ങനെ തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഉണ്ടാക്കി നോക്കാം, ഇനിയിപ്പോൾ എന്താവുമെന്നറിയില്ല. ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ. അങ്ങനെ ആ മാവ് കൊണ്ട് ഞാനിപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചതല്ല, നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മൾ നൂലപ്പത്തിന് ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ഏറിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. മാവ് നമുക്ക് പിഴിഞ്ഞെടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. പക്ഷേ ഈ സംഭവം കൊണ്ട് പത്തിരി ഉണ്ടാക്കി എന്താവും എന്നറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്നങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ ചെറിയൊരു നനവൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ അടച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ചെറിയൊരു നനവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൊടി അങ്ങോട്ട് ഇതാക്കിയിട്ടാണ് കേട്ടോ ഒന്ന് കുഴച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ലൂസ് ഉണ്ട് കേട്ടോ. സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്താണെന്നറിയില്ല. എന്തായാലും അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാൻ നിന്നതാണ് കേട്ടോ. സംഭവം വിചാരിച്ച പോലെ അല്ല, എന്തായാലും ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ റെഡിയാക്കണം നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഉരുള എടുത്തിട്ടുണ്ട് കേട്ടോ മാവ്. അതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാൻ മാവിൽ അരിപ്പൊടിയിലേക്ക് നല്ല പോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. നൂലപ്പത്തിൻ്റെ മാവ് എന്ന് പറയുമ്പോൾ അത്ര സോഫ്റ്റ് ആയിരിക്കുമല്ലോ. പത്തിരിക്ക് നമുക്ക് അത്രയ്ക്ക് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല, കുറച്ചൊരു ഇതാവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊടി നല്ലോണം ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പ്രസ്സിലൊന്ന് പരത്തിയെടുത്തു കേട്ടോ. പിന്നെ നമ്മളിതേപോലെ പരത്തിയെടുക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതങ്ങോട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിതിൽ കാണുമ്പോൾ സ്പീഡായിട്ട് തോന്നും, വേറെ ഒന്നുമല്ല, ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങനത്തെ ലെങ്ത്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. ലെങ്ത്ത് കൂടുന്നതൊന്നും ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അവർക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാനായിരിക്കും കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലെങ്ത്ത് അങ്ങോട്ട് കുറയ്ക്കാമെന്ന് വെച്ചിട്ട് സ്പീഡൊക്കെ ഒന്ന് കൂട്ടിയതാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഒരു പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പത്തിരി അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പക്ഷേ രണ്ടാമത്തെ പത്തിരി ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് അബദ്ധം പറ്റിയത്. സംഭവം ഞാൻ കുറച്ച് സ്പീഡ് കൂടിപ്പോയി കേട്ടോ. പക്ഷേ ആ പരത്തെല്ലാം അങ്ങോട്ട് നടുവിൽ ചെറിയൊരു ഹോൾ വന്നു കേട്ടോ. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പരത്തി എടുത്തു കേട്ടോ. എന്താ പറയുക, രണ്ടാമത്തെ പരത്തെല്ലാം ഞാൻ ആ പൊട്ടിയ ഭാഗം ഒന്ന് അമർത്തി കൊടുത്തപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് അങ്ങോട്ട് അമർത്തി കൊടുത്തപ്പോൾ ശരിയായി. സംഭവം നല്ല സോഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങോട്ട് വീർത്ത് വരുന്നില്ല, ചെറുതായിട്ട് അങ്ങോട്ട് വീർത്തിട്ടുള്ളൂ കേട്ടോ. മറ്റേത് സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല പോലെ തന്നെ ബോൾ പോലെ വീർത്ത് വരില്ല, ബലൂണ് പോലെ. പക്ഷേ അതുപോലെ ഒന്നും വന്നില്ല. പക്ഷേ പത്തിരി നല്ല നൈസായിരുന്നു, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ബലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയാൻ കാരണം, എൻ്റെ ഈ പത്തിരി ചുടുന്ന ഈ ഒരു ചട്ടി എല്ലാവർക്കും അറിയാലോ. ഞാൻ വീഡിയോയിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, കുറേ നാളുകളായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് എന്നും വിചാരിക്കൂട്ടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ, ഇനി അടുത്ത പത്തിരി ഉണ്ടാക്കുമ്പോഴെങ്കിലും നല്ലൊരു കല്ല് മേടിക്കാൻ പറ്റണമെന്ന്. എവിടെ നടക്കണു? ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ എന്നത്തെയും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉള്ളത്. അങ്ങനെ നമ്മുടെ പത്തിരിക്ക് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ ആദ്യത്തേത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പത്തിരി ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ വല്ലാണ്ട് മടിയുള്ള ആൾക്കാരുണ്ടല്ലോ, കുറേ നേരം ഇങ്ങനെ എഴുതി കുത്തിരിക്കണം എന്നൊക്കെ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നറിയോ, ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ലൈക്കൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കി, നല്ല പോലെ തന്നെ കമൻറ്റ് ഉണ്ട്, ലൈക്ക് ഒക്കെ ഉണ്ട്. 70 കമൻറ്റിൻ്റെ മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ പോയാലും ഒരു 30 അല്ലെങ്കിൽ ഒരു 40 അത്രേ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പത്തിരിക്ക് ഇതേത് സെറ്റായിട്ടുണ്ട്. പത്തിരി കൂടെ കഴിക്കാനായിട്ട് ഞാൻ നാളികേരപ്പാലാണ് കേട്ടോ. ഞാൻ 3 ദിവസം വീഡിയോസ് അടുപ്പിച്ച് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മിസ്സിങ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറയാനായിട്ട് കിട്ടില്ല. ചിലപ്പോൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തപ്പിപ്പിടുത്തങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കും, നമുക്കറിയാം. എന്നാലും പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ
എന്ത് കറി ഉണ്ടാക്കും. നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആകെയുള്ളൊരു ചിന്ത ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതങ്ങോട്ട് കഴിയുമ്പോൾ ഇന്നിപ്പോൾ എന്താ കറി ഉണ്ടാക്കാം, അങ്ങനത്തെ ചിന്തയായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ മീനിൻ്റെ പുറകെ ഓടിയിട്ട് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. മീൻ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് എന്നല്ലാണ്ട് നമ്മൾ കാശൊക്കെ എടുത്ത് അവിടെ എത്തുമ്പോഴേക്കും മീൻ വണ്ടി അങ്ങോട്ട് പോകും. പിന്നെ മോന് ക്യാമ്പിന് പോയ കാരണം കൊണ്ട് തന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാട്ടോ. അല്ലെങ്കിൽ അവൻ ഉണ്ടെങ്കിൽ അവ ഓടിപ്പോവും. സോഡാപ്പിലൊന്നും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് മീനിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം നോക്കാമെന്ന് വെച്ചിട്ട്, വൈകുന്നേരം കിട്ടുകയാണെങ്കിൽ ഒരു പിടുത്തം പിടിക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ മുരിങ്ങല പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങല കഞ്ഞിവെള്ളത്തിൽ താളിച്ചിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ ഒരാഗ്രഹം ഇന്ന് താളിച്ചെടുക്കാമെന്ന്. അങ്ങനെ ഇതേ കഞ്ഞിവെള്ളത്തിൽ താളിക്കാനായിട്ട് ഞാൻ മുരിങ്ങല ഇങ്ങനെ ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഊരിയെടുക്കുന്ന സമയത്ത് പാത്തൂസ് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഇഞ്ചി പുഴു ഉണ്ടാവുമെന്ന്. എന്താ ചെറിയ പ്രാവശ്യം ഇതേപോലെ മുരിങ്ങയിലും നിറച്ച് പുഴു ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇതേ ഞാൻ ചട്ടിയിലാണ് മുരിങ്ങയില കഞ്ഞിവെള്ളത്തിൽ താളിക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ്. അത് നമ്മൾ അറിയണവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, അറിയാത്തവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതേ അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കി എടുക്കണം കേട്ടോ. നാടൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എണ്ണ ചൂടായി പിന്നെ ഇത് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം ഞാൻ കട്ടിയുള്ള കഞ്ഞിവെള്ളം കേട്ടോ, കഞ്ഞിമ്പാൽ എന്നൊക്കെ വരുന്നത്, കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. പിന്നെ മുരിങ്ങയില ഇടുമ്പോൾ ആ ഒരു ഉപ്പും കൂടി ബാലൻസ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. അങ്ങനെ അതിനനുസരിച്ച് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. കഞ്ഞിവെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാമല്ലോ വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇതേ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. മുരിങ്ങയില എന്താ പറയുക, കുറച്ച് മുരിങ്ങയില ആയാലും നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ താളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ ഇതങ്ങോട്ട് ഈ കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കഴിക്കുമ്പോണ്ടല്ലോ എന്താ ഒരു ടേസ്റ്റ് എന്നറിയും. പിന്നെ നമ്മൾ നല്ല എരിവുള്ള മുളക് എടുക്കുക കേട്ടോ. ഞാനിവിടെ മക്കൾസുള്ള കാരണം കൊണ്ട് അധികം അങ്ങോട്ട് എരി ചേർത്ത് കൊടുക്കുന്നില്ല. പക്ഷെ അത്യാവശ്യം എരിവ് വേണം കേട്ടോ. അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ കഞ്ഞിവെള്ളം താളിപ്പൊക്കെ ഇതിവിടെ സെറ്റായി വരുന്നുണ്ട്. ഇനി ഒന്നും കൂടി അങ്ങോട്ട് തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയിലൊക്കെ താളിക്കുക, മുരിങ്ങയില ഉപ്പേരി, പിന്നെ പരിപ്പ് മുരിങ്ങയില അതൊക്കെ വെക്കുമ്പോൾ മുരിങ്ങയിലൊന്നും അധികം അങ്ങോട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ സംഭവമൊക്കെ പെട്ടെന്ന് കുക്കാകുന്ന സംഭവമാണല്ലോ. അങ്ങനെ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച് മുരിങ്ങയില അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ മുട്ട പൊരിച്ചെടുക്കാനാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടാത്ത കാരണം മുട്ട വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചാൽ. അപ്പോൾ ആദ്യം വിചാരിച്ച് ഉണക്കമീനാക്കാമെന്ന്. അപ്പോൾ അവർ ഉണക്കമീൻ വേണ്ട, ഇന്ന് മുട്ട മതി എന്ന് പറഞ്ഞു. മുട്ടയാണെങ്കിൽ 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ 4 പേരേ ഉള്ളൂ. അപ്പോൾ ആ 2 മുട്ട വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എണ്ണം കൂടുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു മുട്ട ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. മക്കൾക്ക് ഈ പച്ചമുളക് കടിക്കുന്നത് ഇഷ്ടമല്ല, ഉള്ളിയും കടിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാനത് കളഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഇത് ആദ്യത്തതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടിയും ഉപ്പും ഉള്ളിയൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ മുട്ട പൊരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഈ മുട്ട പൊരിക്കുന്നതിലേ മുരിങ്ങയിലയും കൂടി ചേർത്ത് വയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊരു എപ്പോഴെങ്കിലും ഇനി വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുരിങ്ങയില ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്തേക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോക്ക് അനുയോജ്യമായ ഒരു കമൻറ്റും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ. അത് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ മുട്ട പൊരിക്കലൊക്കെ കഴിഞ്ഞു. നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ ഏകദേശം ചൂടാറി വന്നിട്ടുണ്ട്. മുട്ടയും സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് നാരങ്ങ അച്ചാറുണ്ട്. പിന്നെ നമ്മുടെ തോളൂരിൻ്റെ ചുട്ടരച്ച മുളക് ചമ്മന്തി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. വേറെ ഒന്നും വേണ്ട, നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ താളിപ്പ് ഈ ചമ്മന്തി ഉണ്ടെങ്കിലുണ്ടല്ലോ അന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണ് കുശാലാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ
രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ പരിപാടിയൊന്നുമില്ല. അതെ, വൈകുന്നേരം മീൻ കിട്ടിയ സമയത്ത് ഞാനിതേ തക്കാളിയും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി അങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കിട്ടിയപ്പോൾ തന്നെ, രാവിലെ അല്ല വൈകിട്ടാണ് മീൻ കിട്ടിയത്. ആ കിട്ടിയ സമയത്ത് തന്നെ വേഗം നന്നാക്കി ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ 5 മണിയായ സമയത്താണ് ഞാൻ അവിടെ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ തക്കാളി ഇതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇതേ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. പക്ഷേ ഈ മുളക് പൊടി കാണാൻ നല്ല കളറുണ്ടെങ്കിലും എരിവ് അത്ര ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് എരിവ് ഉണ്ടാകുമെന്ന് വിചാരിച്ചത് പുതിയ മുളക് പൊടി മേടിച്ചുള്ളതാണ് കേട്ടോ. പക്ഷേ അത്ര എരിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നല്ല വിരുപ്പുള്ളൊരു പച്ചമുളക് കേട്ടോ. പച്ചമുളക് നല്ല എരിവുണ്ട് കേട്ടോ ചേർത്തുള്ളൂ. പിന്നെ മക്കൾക്ക് ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ കറി വെക്കുമ്പോൾ എരിവ് കൂടിയാലാണ് പ്രശ്നം. മീൻ കറിയും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ എരിവ് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദിവസമായാലും കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അതൊന്ന് മസാല ഒന്ന് വാട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇതേ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒഴിച്ചപ്പോൾ കുറച്ച് കുറവായിരുന്നു. പുളിയല്ല കേട്ടോ, വെള്ളം കുറവാണ്. കറിയിലേക്ക് ചാറ് വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന ആ ടൈമിൽ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മീൻ കറി വെക്കാറ്. അപ്പോൾ അതേ കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു മീനും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം ഉണ്ടായിരുന്നു. അത് മീനിൻ്റെ പേര് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതേ കറിയിലേക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അതിലേക്ക് ഇത് ചാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാളയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് തക്കാളി വാട്ടിയിട്ട് കറി വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് വെക്കുന്നവരുണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് നല്ല കുറുകിയ കറിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വാട്ടിയതിൻ്റെ ശേഷം വെക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട് കേട്ടോ. ഈ തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയത് നമ്മൾ അതിൽ നിന്നൊരു പകുതി എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് അരച്ചിട്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.